ഫ്രാൻസിസ് ജോർജിൻ്റെ ബൈറ്റ് കേൾക്കായിരുന്നു. ഫ്രാൻസിസ് ജോർജ് നികേഷ്, എനിക്ക് തോന്നുന്നത് ഈ കോട്ടയം മണ്ഡലത്തിലുണ്ടാകുന്ന ജയപരാജയം, ആ ജയപരാജയം വളരെ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ ചലനങ്ങൾക്ക് ഒരു പക്ഷേ കേരളത്തിൽ സാധ്യത ഒരുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളത് വിശകലനം ചെയ്തു പോകണമല്ലോ. ഇപ്പം കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കോട്ടയം സീറ്റ് എന്ന് പറയുന്നത്. ആ കോട്ടയം സീറ്റ് അവർക്ക് നഷ്ടപ്പെടുകയാണ്, ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു വരികയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുള്ള അതൃപ്തികൾ രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. രാജ്യസഭാ സീറ്റ് കിട്ടുമോ എന്നുള്ള ഉറപ്പില്ല. അതേപോലെ തന്നെ ആ പാർട്ടിക്ക് പല തരത്തിലുള്ള എന്താ പറയുക അകൽച്ച ഇടതുപക്ഷവുമായി രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. ആ ഘട്ടത്തിൽ തോമസ് ചാഴിക്കാടിനെ പോലെ ഒരു MP കൂടി അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. ഇടതുമുന്നണിക്കൊപ്പം ചേർന്നതിന് ശേഷം നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ അവർക്കൊരു തിരിച്ചടി ഉണ്ടായാൽ ഒരു പക്ഷേ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരള രാഷ്ട്രീയത്തിൽ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? അതിനുള്ളൊരു സാധ്യത തുറക്കുന്നില്ല അവിടെ. നോക്കൂ, അവിടെ ഞാൻ കാണുന്നത് നേരെ തിരിച്ചാണ്. അതായത് ഈ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളുടെ കാര്യത്തിൽ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്നത് ജോസഫ് ഗ്രൂപ്പാണ്. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് സമീപകാലത്ത് ഒട്ടേറെ പേർ ആ പാർട്ടി വിട്ടുപോകുന്നു. ജോസഫിന് ശേഷം ആര് ആ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കുമെന്നുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടും, പിന്നെ അഥവാ നോക്കൂ, 2 നിയമസഭാംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനുള്ളത്. മറുപക്ഷത്ത് അതിൽ കൂടുതലുണ്ട്, മന്ത്രിസ്ഥാനമുണ്ട് എന്നുള്ളതാണ് ശരിയാണ്. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു കിറാമുട്ടിയായി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എനിക്ക് തോന്നുന്നത് ഏതോ തരത്തിൽ മാനേജ് ചെയ്യേണ്ടി വരും. ഒന്നുകിൽ CPIയോട് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കാനും അവർക്ക് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം കൊടുക്കാനും ആവശ്യപ്പെടുന്ന അവസ്ഥ വരാം. എവിടെ കോട്ടയത്ത് പരാജയപ്പെടുകയും മാവേലിക്കരയിലും തൃശ്ശൂരും CPIയുടെ സ്ഥാനാർത്ഥിയിൽ ജയിച്ചു വരികയും ചെയ്താൽ വേണമെങ്കിൽ അങ്ങനെ ഒരു ഇക്വേഷൻ വർക്ക് ചെയ്യാം. കാരണം വെച്ചാൽ 2 MP ലോക്സഭയിലേക്ക് CPIക്ക് ലഭിക്കുന്നു എന്നുള്ളൊരു ഇപ്പോൾ